നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കേരളത്തെ തിരുവോണനാളിൽ നടുക്കിയ വാർത്തയാണ് വെഞ്ഞാറമൂട്ടിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വെട്ടേറ്റു മരിച്ച സംഭവം. ഞായറാഴ്ച രാത്രിയോടെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ 6 അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ഹക്ക് മുഹമ്മദ്, മിഥിലാജ്, ഷഹീൻ എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഷഹീൻ പരുക്കുകളോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ മരിച്ച മിഥിലാജിന്റെ മാതാപിതാക്കൾക്ക് സ്വന്തം മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. മകനെ അവസാനമായി കാണാൻ കഴിയാത്തതിന്റെ വേദനയിൽ മനസ്സ് തകർന്നിരിക്കുകയാണ് ആ വൃദ്ധ മാതാപിതാക്കൾ. വെഞ്ഞാറമൂട് കൊല്ലപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകരിൽ ഒരാളായ മിഥിലാജിന്റെ മാതാപിതാക്കളായ അബ്ദുൾ ബഷീറും മാതാവ് ലൈല ബീവിയും ഇപ്പോൾ ഒമാനിലെ സൂറിലാണ് ഉള്ളത്. സൂറിലുള്ള മകൾ താജുനൂസയ്ക്കും കുടുംബത്തിനുമൊപ്പം നിൽക്കാനെത്തിയതാണ് ഇരുവരും. കോവിഡ് ലോക്ക്ഡൌണിനെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവെച്ചതോടെയാണ് ഇരുവരുടെയും മടക്കയാത്ര നീണ്ടത്. ഇനി സെപ്റ്റംബർ 2-ാം തീയതി മാത്രമാണ് കേരളത്തിലേക്ക് വിമാനമുള്ളൂ എന്നതിനാൽ മടങ്ങാൻ യാതൊരു വഴിയുമില്ലാത്ത അവസ്ഥയിലാണ് ഇവർ. അതിനിടയിലാണ് മിഥിലാജിന്റെ ദാരുണമായ മരണം. അവസാനമായി സ്വന്തം മകനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ വേദനയിൽ പിടയുകയാണ് അവർ. മിഥിലാജ് വെട്ടേറ്റ് മരിച്ചതാണ് എന്ന വിവരം ഇരുവരെയും അറിയിച്ചിട്ടില്ല. ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരണപ്പെട്ട മിഥിലാജ് 4-5 വർഷത്തോളം സൂറിൽ പ്രവാസിയായിരുന്നു. സഹോദരി ഭർത്താവായ നിസറുദ്ദീന്റെ സ്പെയർ പാർട്ട് കടയിലും ഫുഡ് സ്റ്റഫ് കടയിലുമാണ് ജോലി ചെയ്തിരുന്നത്. ഊഷ്മളമായ പെരുമാറ്റമായിരുന്നു മിഥിലാജിന്റെ. സൂറിലെ പരിചയക്കാർ അങ്ങനെയാണ് പറയുന്നത്. കുറഞ്ഞ കാലത്തെ പ്രവാസ ജീവിതത്തിന്റെ നാനാതുറയിലുള്ളവരും അടങ്ങിയ വലിയ സൗഹൃദ വലയം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും വളരെയേറെ വിലമതിക്കുന്ന മിഥിലാജ് തന്റെ ആരോഗ്യം മറന്ന് മറ്റുള്ളവരെ സഹായിക്കാനും ആശ്വാസമേകാനും പരിശ്രമിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു എന്ന് പിതാവ് അബ്ദുൾ ബഷീർ കണ്ണീരോടെ പറയുന്നു. കുടുംബത്തിലെ മറ്റംഗങ്ങളും മിഥിലാജിന്റെ മരണവിവരം അറിഞ്ഞ ഞെട്ടലിലും വേദനയിലുമാണ്. കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമാണ് എന്നാണ് പ്രാഥമിക വിവരം. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ഹക്ക് മുഹമ്മദ്, മിഥിലാജ് എന്നിവരെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി സമീപിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ പ്രതികളെ സഹായിച്ചു എന്ന് കരുതുന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ബന്ധുക്കളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഞായറാഴ്ച രാത്രി മൂവരും ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടാവുന്നത്. രാത്രി 11:10 ആക്രമണം ഉണ്ടാവുന്നത്. 10:45 കൂടി തന്നെ അക്രമി സംഘം സ്ഥലത്ത് തമ്പടിച്ചിരുന്നു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഗുരുതരമായി വെട്ടേറ്റ മിഥിലാജ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. പരിക്കേറ്റ ഹക്ക് മുഹമ്മദിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡിവൈഎഫ്ഐ കല്ലിങ്കിൻമുഖം യൂണിറ്റ് പ്രസിഡന്റാണ് ഹക്ക് മുഹമ്മദ്. തേവലക്കാട് യൂണിറ്റ് അംഗമാണ് മിഥിലാജ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.